ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ ഫെയർവെല്ലാണ്. അപ്പോൾ ചെറിയൊരു വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ നമുക്ക് ഫോൺ അലൗഡല്ല. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ നിന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീയും അതിൽ കൂടെ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു വ്ലോഗ് പോലെ എടുത്തിട്ട് എടുക്കാമെന്ന് വിചാരിച്ചാലാണ്. നമുക്കിപ്പോൾ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പുറത്ത് പോയി നമുക്ക് വീഡിയോസ് എടുക്കാനുള്ള ഇതില്ല. സ്കൂളിൽ ചെന്നിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ വീഡിയോസ് എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഇത് കിട്ടുവാണെങ്കിൽ നമുക്ക് എടുത്തിട്ട് ഇതിലും കൂടി ആഡ് ചെയ്യാം. നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് പുട്ടാണ്. നമുക്ക് എത്രയാകുമ്പോഴത്തേനും എത്തിയാൽ മതി, അതുകൊണ്ട് ഇത്ര ലേറ്റായിട്ടൊക്കെ എഴുന്നേറ്റു. കിങ്ങിണിക്കിപ്പോൾ ഭയങ്കര സൗണ്ട്. ഇടയ്ക്കൊക്കെ പട്ടി കുറയ്ക്കുന്നോളോ കുറയ്ക്കുമല്ല, അതിൻ്റെ സൗണ്ട് അങ്ങനെ പട്ടി കുറയ്ക്കുന്നോളോ തോന്നുന്നു. പൊക്കത്തിൽ നിന്നിപ്പോൾ സൗണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ സൗണ്ടായിരുന്നു ആ നേരത്തെ കേട്ടത്. നമുക്ക് എട്ടേകാലം ആകുമ്പോഴത്തേന് ഇറങ്ങണം. റെഡിയായി കഴിഞ്ഞിട്ടില്ല, നമുക്ക് റെഡിയാവും. അത്ര വലിയ കാര്യമായിട്ടൊന്നും റെഡിയാവുന്നില്ല. ചെറുതായിട്ട് വെച്ചിട്ട് ലിപ്സ്റ്റിക്ക്, ബ്ലഷ് അത്രയും ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ വ്ലോഗിൽ എന്തെങ്കിലുമൊക്കെ വേണ്ടേ, അപ്പോൾ നമ്മൾ ഇതും കൂടി ഉൾപ്പെടുത്താമെന്ന് കരുതി. അമൃത മുടി കെട്ടിക്കോ, ഞാൻ അപ്പോൾ ഇതിന് കണ്ണെഴുതാം. ഇതെടുത്തിട്ടോ എന്ത്, അപ്പോൾ അതൊന്നും എടുക്കാനാണ് എന്നെ. ആദ്യം കൂടി അടിച്ചിടാന്ന് വിചാരിച്ചത്, പക്ഷേ അടിച്ചിട്ടപ്പോഴത്തേക്ക് സെറ്റാണില്ല. കണ്ണെഴുതാം. അത് ആദ്യമായിട്ടുണ്ട് ഫെയർവെൽ കൂടുന്നത്. കാരണം നമുക്ക് 10th നമുക്ക് ഫെയർവെല്ലിന് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഇതിനെങ്കിലും പോകണമെന്ന്, എന്തുണ്ടായാലും പോകണമെന്ന്. കുറച്ച് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കിങ്ങിൻ്റെ സൗണ്ട് ഇപ്പോഴും കേൾക്കുന്നുണ്ട്. ചെയ്യാനങ്ങനെ പ്രോപ്പറായിട്ട് അറിയില്ല, നമ്മളൊരു ഉദ്ദേശം വെച്ച് തന്നെ ചെയ്യാം. ടൈം കുറച്ചുണ്ട്, നമുക്ക് എപ്പോഴാണെന്ന് അറിയാം. നമുക്ക് പോയി മുടി ഇട്ടിട്ട് വരെ ഇവിടെ നിന്ന് കെട്ടാൻ പറ്റുന്നില്ല. മതിയും തോന്നുന്നു. മതി. അതെല്ലാവരും അങ്ങനെയാണ്. ഒരു കണ്ണെഴുതി മറ്റേ കണ്ണെഴുതുമ്പോൾ എന്തെങ്കിലും ഒരു അപകടം വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ ഇത്തിരി കൂട്ടുണ്ട്. കുറച്ച് തുടച്ചത് ഇച്ചിരി ഉള്ളു. ഇന്നലെ രാത്രി അതിൻ്റെ ഉള്ളിലെ സാധനമൊക്കെ തോണ്ടി എടുത്തിട്ടാണ് നമ്മളിപ്പോൾ ഇടുന്നത്. ഇതന്നെ നമുക്ക് ലിപ്പിലുള്ളൂ വേണം. തുടച്ച് കളയാം, ഇതായിരിക്കും ബെറ്റർ. ഓ, കിങ്ങിണിൻ്റെ സൗണ്ട് വളരെ അധികമായിട്ട് ഇതിൽ കേൾക്കാമെന്ന് തോന്നുന്നു. ഇച്ചിരി കൂട്ടിയിട്ടാൽ മതി. ഓക്കെ, നമുക്ക് കണ്ണെടുക്കാം. അപ്പോഴത്തേനും അമൃത ഹെയറൊക്കെ സെറ്റാക്കി വെച്ചു. ഇത് കഴിഞ്ഞിട്ട് നമുക്കിനി അതുപോലെ ചെയ്താൽ മതിയല്ലോ. കണ്ണിൽ ഇന്നലെ ഇപ്പോൾ പിരുകം ത്രെഡ് ചെയ്തായിരുന്നു, കൊള്ളാം. പക്ഷേ ഇവിടെ ഇച്ചിരി പിരുകം കുറവായതുകൊണ്ട് അത്രയ്ക്കും തിക്നെസ് കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട് തിന്നായിട്ടുള്ളൊരു പിരുകായി പോവും. കുഴപ്പമില്ല, എന്നാലും നല്ലതാ.
എനിക്കങ്ങനെ കണ്ണാടി നോക്കൊണ്ടിരിക്കും. കണ്ണെഴുതി. ഇനിയിപ്പോൾ അത് കണ്ണ് ഇതുപോലെ തന്നെ എഴുതണം. നെക്സ്റ്റിന് ഐബ്രോ എഴുതാൻ അറിയത്തില്ല, എന്നാലും വെറുതെ ഒന്ന് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഐലൈനർ ഇടാം, പൊട്ടുകുത്താം, കുറച്ച് ബ്ലഷ് ഇടാം. ബ്ലഷ് ഇട്ടിട്ട് നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടാം. ലിപ്സ്റ്റിക്ക് ഇല്ല, തീരാറായി. അയ്യോ സമയം പോയി. 8:30. എട്ടേകാലിന് ഇറങ്ങണമെന്ന് പറഞ്ഞതാ. 8:30. എത്ര മിനിറ്റ് ഉണ്ട് നോക്കട്ടെ. ഞാൻ സർവീസിൽ കയറുന്നത്. അതിനുശേഷം എൻ്റെ 3ാമത്തെ സ്കൂളാണിത്. ഇതുവരെ പഠിപ്പിച്ച ഒരു സ്കൂളിൽ എനിക്ക് ഇതുവരെ ക്ലാസ് ചാർജ് കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ ക്ലാസ് ടീച്ചർ ആവുന്ന ആദ്യത്തെ ക്ലാസ് ആണ്. സോ യു ഓൾ വെരി സ്പെഷ്യൽ ടു മീ. എത്ര സ്പെഷ്യൽ ആണോ എനിക്ക് നമ്മൾ ഒന്നിച്ചു പോകുമ്പോ ഞാൻ നിങ്ങളോടൊപ്പം മെയ് 31 ഞാൻ റിട്ടയർ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ നിങ്ങളോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, കാരണം പറയാതിരുന്ന വെച്ചതാണ്. അങ്ങനെ പറയണ്ട, പോകുമ്പോ പെട്ടെന്ന് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിരുന്ന വെച്ചതാണ്. അപ്പൊ നിങ്ങൾ പോകുമ്പോ എനിക്ക് വിഷമമൊന്നും ഉണ്ടാവില്ല. ഞാനിങ്ങനെ ചില്ല് ചെയ്ത് നിങ്ങളുടെ കൂടെ തന്നെ നിങ്ങൾ സന്തോഷമായിട്ട് പോകും, ഞാനും പോകുമെന്ന് വിചാരിച്ചു. പക്ഷേ പഴയതിലേക്ക് നമ്മൾ പോകുമ്പോ കുറെ നമുക്ക് ഉള്ളിലൊരു വിങ്ങല്. കാരണം ഞാൻ ശരിക്കും നിങ്ങളെ സ്നേഹത്തോടെ ഒന്നും അധികം സംസാരിച്ചിട്ടില്ല, എനിക്കറിയാം. പക്ഷേ ഞാൻ സ്നേഹത്തോടെ സംസാരിച്ചില്ലെങ്കിലും എന്റെ ഉള്ളിലെ സ്നേഹമൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. അപ്പോ പറയാതെ തന്നെ ചില കാര്യങ്ങൾക്ക് നമുക്ക് പല പല കാര്യങ്ങളും പറയാതെ തന്നെ നമുക്ക് കൺവേ ചെയ്യാൻ പറ്റും, അല്ലേ? പാട്ടും ഡാൻസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയി. അങ്ങനെ വീണ മനുഷ്യൻ
നമ്മുടെ ഫെയർവെൽ കഴിഞ്ഞു. ഇനി നമ്മൾ ഓട്ടോയിൽ ഊബർ ബുക്ക് ചെയ്ത് നമുക്ക് വീട്ടിൽ പോകണം. അത്രേ ഉള്ളൂ. വീട്ടിൽ ചെന്നിട്ടിന് എന്താ പ്രത്യേകിച്ച്, അത്യാവശ്യം നല്ല പരിപാടിയായിരുന്നു അല്ലേ? ആ പിന്നെല്ലോ, ഞങ്ങൾക്ക് ഈ സ്കൂളിൽ വന്നിട്ട് ഞങ്ങൾക്ക് കിട്ടിയ ഒരു വേറൊരു ഫ്രണ്ട്, മീൻസ് ഞങ്ങൾക്ക് വേറൊരു ക്ലാസ്സിൽ അങ്ങനെ ഫ്രണ്ട്സിനെ അങ്ങനെ കിട്ടിയിട്ടില്ല അധികമൊന്നും. ഇതേ വേറെ ക്ലാസ്സിൽ നിന്ന് കിട്ടിയൊരു കൊച്ചാണ്. പേര് പറയൂ. ആ ഇതാണ് ലിതിയ. ആ ഇത് ലിതിയ, ഞങ്ങൾ പരിചയപ്പെടുന്നത്. നമ്മളങ്ങനെ പരിചയപ്പെട്ടത് സംസ്കൃതം ക്ലാസ്സിൽ. മമ നാമ മമ എന്താ സ്വദേശവും സംസ്കൃതമാണ്. ആ എന്നാലും മമ നാമയും മമ സ്വദേശവും പറയാൻ പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഫ്രണ്ട് ബെഞ്ചിൽ ഇരുന്ന ഒരാൾ മമ സ്വദേശം ചളിക്കാട്ടം, അപ്പൊ ഞാനും മമ സ്വദേശം ചളിക്കാട്ടം. നമ്മൾ അങ്ങനെ പരിചയപ്പെട്ട ആൾക്കാരാണ്. ആദ്യം കണ്ടപ്പോ വിചാരിച്ചു നമ്മളെങ്ങനെയോ സംസാരിച്ചു തുടങ്ങി. ഞാൻ ആദ്യം നോക്കി പുതിയ ഭയങ്കര എന്താ പറയാ ഒരു ആറ്റിറ്റ്യൂഡ് ഇട്ടിരിക്കുന്ന ഒരു ബസ്സാണ്, വലിയ പാവം, പക്ഷെ പാവമാണ്. ഓക്കെ രാവിലെ ഒരു ട്രാൻസിഷൻ വീഡിയോ ഇവിടെ വന്ന് എടുത്തതാണ്. റെഡി ആയിട്ട് നമ്മൾ ബാക്കി എടുത്തില്ല, ഇനി അതിൻ്റെ ബാക്കി എടുക്കണം. ഇപ്പം തന്നെ അങ്ങ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി ഇതൊക്കെ അഴിച്ചു വെക്കാനും. അതിന് നമ്മുടെ ഫെയർവെൽ കഴിഞ്ഞു. അത്യാവശ്യം നല്ല പരിപാടിയായിരുന്നു. ക്ലാസ്സിലെ പരിപാടി അടിപൊളിയായിരുന്നു. പിന്നെ സ്റ്റേജ് ഷോസ്, ഡാൻസൊക്കെ അത്യാവശ്യം നല്ലതായിരുന്നു. പിന്നെ ഇപ്രാവശ്യം എല്ലാവരും ഹിന്ദി പാട്ടാണ് കൂടുതലും എടുത്തത്. നല്ലതായിരുന്നു. കുഴപ്പമില്ലായിരുന്നു, പക്ഷെ എല്ലാവരും നന്നായി കളിച്ചു. പിന്നെ മിസ് ചെയ്യാനായിട്ട് അങ്ങനെ അത്ര വലിയ ബോണ്ടിങ് ഒന്നും ആരായിട്ടില്ലെങ്കിലും മിസ് ചെയ്യും. ലാസ്റ്റ് സ്കൂൾ ലൈഫല്ലേ, പിന്നെ ഫ്രണ്ട്സ് എല്ലാവരും ക്ലാസ്സിലെല്ലാവരുമായിട്ടും ഫ്രണ്ട്ഷിപ്പൊന്നും അങ്ങനെ അധികം ഇല്ലെങ്കിലും എല്ലാവരും നല്ല ആൾക്കാരാണ്. എല്ലാവരെയും മിസ് ചെയ്യും എന്തായാലും. പിന്നെ ടീച്ചേഴ്സിനായാലും, പിന്നെ എൻ്റെ ക്ലാസ് ടീച്ചർ റിട്ടയർഡ് ആവുകയാണ്. അവിടുത്തെ എൻ്റെ ക്ലാസ് ടീച്ചർ പിന്നെ അവിടെ തന്നെ ഉണ്ട്, റിട്ടയർഡ് ഒന്നും ആവുന്നില്ല. ഞങ്ങളുടെ ടീച്ചറിൻ്റെ ക്ലാസ് ചാർജ് കിട്ടുന്ന ഫസ്റ്റ് ക്ലാസ്സാണ് ഞങ്ങളുടെ. അമൃതേൻ്റെ ടീച്ചർക്ക് ഈ ടീച്ചിങ് ലൈഫിൽ ആദ്യമായിട്ട് കിട്ടുന്ന എന്താ ക്ലാസ് ടീച്ചറിൻ്റെ ചാർജ് കിട്ടുന്നത് ഇവരുടെ ബാച്ചിൽ ആണ്. പിന്നെ എൻ്റെ ടീച്ചർ ആ സ്കൂളിൽ വന്നിട്ടുള്ള ഫസ്റ്റ് ക്ലാസ് ചാർജ് ആണ്. പിന്നെ അതുമല്ല ടീച്ചർ ഞങ്ങളൊപ്പം തന്നെ റിട്ടയർഡായി ഇറങ്ങുവാണ്. അപ്പോൾ പിന്നെ ടീച്ചർ കരഞ്ഞു, ടീച്ചർക്ക് നല്ല സങ്കടമായി. ഞങ്ങളുടെ ടീച്ചറും കരഞ്ഞു, മിസ്സിന് നല്ല സങ്കടമായി. മിസ്സിൻ്റെ ഫസ്റ്റ് ബാച്ച് ആയതുകൊണ്ട് എന്താ പറയുക, ഇവരുടെ ടീച്ചർക്ക് റിട്ടയർഡായി പോകുന്നതിൻ്റെ സങ്കടം ലാസ്റ്റ് ബാച്ചിൻ്റെ. മിസ്സിന് സങ്കടം വരില്ലെന്ന് വിചാരിച്ചു, പക്ഷേ മിസ്സിന് സങ്കടം വന്നു. എന്താ പറയുക, മിസ്സ് അങ്ങനെ മിസ്സ് സ്നേഹം അധികം കാണിക്കാത്ത ആളാണ് കേട്ടോ. മിസ്സ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന ഒരാളാണ്. സ്നേഹം ഉണ്ടെങ്കിൽ മിസ്സ് പുറത്തത് അത്ര എക്സ്പ്രസ് ചെയ്യാറില്ല. അപ്പോൾ മിസ്സ് കരയുന്നു ഞങ്ങൾ വിചാരിച്ചില്ല, അങ്ങനത്തെ ഒരാളായതുകൊണ്ട്. കുറച്ച് പേർക്കൊക്കെ സങ്കടം, അല്ല എല്ലാവർക്കും സങ്കടമായി മിസ്സ് കരയുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്താ അടിപൊളിയായിരുന്നു, നല്ല ഫണ്ണായിരുന്നു. പിന്നെന്താ ഒരു വെയിലുണ്ടായിരുന്നു എന്നുള്ളൊരു കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല വെയിലുണ്ടായിരുന്നു. നമുക്ക് വെയിലായതുകൊണ്ട് പരിപാടിയൊന്നും നമുക്ക് കാണാനും പറ്റിയില്ല, നല്ല ടയേർഡായിപ്പോയി എല്ലാവരും. പിന്നെ നമ്മുടെ ഫോൺ നമ്മൾ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വെച്ചിട്ട് സ്കൂളിലോട്ട് പോന്നു. സ്കൂളിൽ ഫോൺ അലൗഡ് അല്ലല്ലോ, പിന്നെ വ്ളോഗ് എടുക്കാനുള്ളതുകൊണ്ടാണ് ഇത്ര റിസ്ക് എടുത്ത് അങ്ങനെ ചെയ്തത്. ഇല്ലെങ്കിൽ ഞാൻ ഫോണൊന്നും കൊണ്ടുപോയില്ലായിരുന്നു. ഞങ്ങൾ സ്കൂളിൻ്റെ അകത്തുള്ള വീഡിയോസും ഫോട്ടോസൊക്കെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് അലൗഡ് ആയ ഫോൺസിലെടുത്ത വീഡിയോസും ഫോട്ടോസാണ്, അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്താ, പിന്നെ നമ്മൾ ഓൺ വോയിസിൽ എടുക്കുന്ന വ്ളോഗ് നമ്മളിങ്ങനെ വോയിസ് ഓവർ ചെയ്തിട്ടാണ് വീഡിയോസ് ഇടാറ്. ഇത് ഓൺ വോയിസിൽ ചെയ്യുന്ന ആദ്യത്തെ വ്ളോഗാണ്, വീഡിയോയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറവുകളൊക്കെ ഉണ്ടാകും. അതുപോലെ എങ്ങനെയുണ്ട് സൗണ്ട് എന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. അത്യാവശ്യം നല്ല രീതിയിൽ നോയ്സസ് ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നല്ലേ, അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇങ്ങനെയൊക്കെ ഓരോന്ന് പഠിക്കുന്നത്, അതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല. പിന്നെ പുറത്തുള്ള നോയ്സസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പം എന്താ, അപ്പം ഇത്രേ ഉള്ളൂ. ബൈ ബൈ.
ഗായ്സ് നമ്മളിന്ന് എന്താ ഇത് യൂട്യൂബിൽ ഇടണോട്ടോ, ഞാനാണ് വീഡിയോ എടുത്ത് തരുന്നത്. ആ വീഡിയോ ആകാശാണ്